ഞാനെൻ്റെ കഴിഞ്ഞ വീഡിയോ ചെയ്ത ജൂലൈ 17-നാണ്. അതിനുശേഷം എനിക്ക് അസുഖം ഹൃദയ സംബന്ധമായിട്ടൊരു അസുഖം വന്നതുകൊണ്ട് പിന്നെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. 2 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും ഈ രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ രംഗത്തേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് അതിൻ്റെ ഇടയ്ക്ക് 2 സംഭവവികാസങ്ങൾ വീഡിയോ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, യോഗീന്ദ്ര യാദവ് കോഴിക്കോട് വന്നിട്ട് 3 പരിപാടി പങ്കെടുത്തു. അതിന് 1-2 പരിപാടി ഞാൻ പങ്കെടുത്താണ്. അതിനെപ്പറ്റി ഒരു വീഡിയോ ഉണ്ടായിരുന്നു, കുറച്ചുകൂടി നീണ്ട ഈ വീഡിയോ. അത് തൽക്കാലം ഇപ്പോൾ അത് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടാതെ വേറെ 2 കാര്യങ്ങൾ. ഒന്നെന്താണെന്ന് പറഞ്ഞാൽ, നമ്മളെ ഈ കേളപ്പജിയുടെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു RP രവീന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ബന്ധപ്പെട്ട ആളാണ്. അദ്ദേഹം നമ്മളെ കൂടെ ജൈവ കർഷക കൂട്ടായ്മയിൽ പരാമ്പരയിൽ അംഗമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഞാനുമായിട്ട് ജൈവ കൂട്ടായ്മയുടെ പേരിലും കേളപ്പജിയുടെ പാക്കനാറ് പറയുന്ന സ്ഥാപനത്തിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് ചെയ്യണം, ഒരു വീട് ചെയ്യണം വിചാരിച്ചിട്ടുണ്ട്. കൂടാതെ പ്രസാദ് കൈതക്കൽ എന്ന് പറഞ്ഞിട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. അദ്ദേഹം ഏകദേശം എൻ്റെ കൊയിലാണ്ടി ഉജ്ജയിൽ വെച്ചിട്ട് ഏകദേശം ഒരു 40ഓളം തെങ്ങ് കയറ്റ പരിശീലന പരിപാടി നടത്തിയിട്ടുണ്ട്. അതിലൊക്കെ എല്ലാത്തിലും വരഞ്ഞിട്ട് വ്യക്തിത്വ വികസനം നടത്തി ക്ലാസ് നടത്തിയ ആളാണ്. അദ്ദേഹം ഞാൻ അടുത്ത ഒരു ബന്ധമുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു, പൊരിവേലും പെരുമഴയും പറഞ്ഞിട്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ചർച്ചയ്ക്കുണ്ടായിരുന്നു. അതിലെനിക്ക് പങ്കെടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇതിൻ്റെ അസുഖ സംബന്ധമായിട്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൂടെ അദ്ദേഹത്തെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ട് അതാണ് ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ. അപ്പോൾ അദ്ദേഹം എൻ്റെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു പ്രവർത്തനം എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ അങ്ങനെ ഒരു നിലപാടൊക്കെ ഉള്ള വ്യക്തിയാണ്. പക്ഷേ അയാൾ ഈ വീഡിയോ ഇപ്പോൾ അടുത്ത കാലത്ത് അയാൾ ഈ ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ടിന് എതിരായിട്ട് സംസാരിച്ചായി കണ്ടു. അതുമാത്രമല്ല, അദ്ദേഹം നമ്മളെപ്പോലെ ആൾക്കാർ ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ടിന് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരെ ഈ ഗാഡ്ഗിൽ അനുകൂല നമ്പൂതിരിമാർ എന്നൊരു പ്രയോഗം അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ നമ്പൂതിരിമാർ എന്ന് പറഞ്ഞതെന്ന് എനിക്ക് ഈ സംശയമുണ്ട്. കാരണം നമ്പൂതിരിമാരോട് ഇയാൾക്ക് വേർപ്പെടുന്ന വേറെ കാരണമുണ്ട്. കാരണം വെച്ചാൽ ഇദ്ദേഹം ഇപ്പോൾ ഈ ഹോം ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് കുടുംബശ്രീകൾക്ക് കുടുംബ വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഭവത്തിന് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാനം. അതായത് കുടുംബശ്രീ പോയിട്ട് എല്ലാ സ്ഥലത്തും പോയി ക്ലാസ് എടുത്തിട്ട് ഇവരൊക്കെ സന്നദ്ധമാക്കുന്ന പരിപാടി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കുടിൽ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് ശരിക്കും കേരളത്തിൽ കളപ്പിച്ചപോലെ ആൾക്കാരും ഗാന്ധിയുടെ ആശയമാണല്ലോ. അപ്പോൾ അതിന് എതിരായിട്ട് ഒരു വർത്തമാനം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന്, അതായത് AK ഗോപാലനും കൃഷ്ണപ്പള്ളി എല്ലാം കൂടി പറഞ്ഞു. അതായത് കേളപ്പജി സദാ ഹരിജോദ്ധാരണം കുടിൽ വ്യവസ്ഥ എന്നാണ് പറയുന്നത്, നമുക്ക് വേണ്ട തൊഴിലാളി വർഗ്ഗം എപ്പോഴാണെന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരം കോട്ടരമിൽ പോയിന്ന് സംഭവമുണ്ട്. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും അതിന് ഒരു ആശയപരം അടിത്തറ നൽകിയത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ദാർശനികനായ EMS ആയിരിക്കും, EMS നമ്പൂതിരിപ്പാടായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇദ്ദേഹം ഈ പ്രസാദ് ഈ കുടിൽ വ്യവസായ പ്രോത്സാഹിപ്പിക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊരു സ്വാഭാവികമായിട്ടും ഇങ്ങനെ കുടിൽ വ്യവസായത്തിനെതിരായി നിലപാടെടുത്ത ഈ കമ്മ്യൂണിസ്റ്റ് ദാർശനികൻ EMS-നോട് ഒരു വെറുപ്പ വിദ്വേഷമൊക്കെ ഉണ്ടായിക്കൂടായില്ല. അതുകൊണ്ടായിരിക്കും ഈ നമ്പൂതിരിമാർക്കെതിരായിട്ട് ഇയാളിങ്ങനെ നിലപാടെടുത്തെന്ന് തോന്നുന്നത്. പിന്നെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഈ നിലപാട് ഗാഡ്ഗിൽ കമ്മീഷനെതിരായിട്ട് എതിരായിട്ട് പറഞ്ഞുകൊണ്ട് ഞാനിത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് മൊത്തം ഒരു നിലപാടാണോ എന്ന് സംശയം സ്വാഭാവികമായിട്ടുണ്ടായി. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് വെച്ചാൽ ഈ TP കുഞ്ഞിക്കണ്ണനൊക്കെ ഈ ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് അനുകൂലമാണെന്ന് എന്നുള്ള ഒരു നിലപാട് അഭിപ്രായം എനിക്ക് ഉണ്ടായിരുന്നത് ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് ഞാൻ ഈ അടുത്ത കാലത്ത് ഈ ഓഗസ്റ്റ് മാസം അവസാനം TP കുഞ്ഞിക്കണ്ണൻ ഒരു വിശാലമായ ഒരു ലേഖനം മാതൃഭൂമിയിൽ ഈ ശാസ്ത്രചിന്ത രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരുന്നു. അപ്പോൾ ഞാൻ പൂർണ്ണമായി വായിച്ചു നോക്കിയപ്പോൾ അതിൽ ഈ ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് തീർച്ചയായിട്ടും ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് പരാമർശം വരേണ്ട ഒരു സംഭവം അത് ഒന്നും പറഞ്ഞിട്ടില്ല ആൾ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീണ്ടും സംശയം ഈ പരിഷത്തിൻ്റെ നിലപാട് എന്താണെന്നൊരു സംശയം. അപ്പം അത് മാത്രമല്ല, ആ ലേഖനത്തിൽ ഞാൻ വേറെ 1-2 കാര്യം കൂടെ നോക്കി. ഒന്നെന്താ വെച്ചാൽ അതിൽ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ ഈ ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ട് പോരാട്ടം ശക്തമാക്കണമെന്നാണ് പറഞ്ഞത്. നമ്മളൊക്കെ അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞ വ്യക്തി അടുത്ത ഇലക്ഷൻ നടന്ന സംഭവമുണ്ട്. UP ഈ 43 സീറ്റിൽ ഇയാൾ സമാജ്വാദി പാർട്ടി ജയിച്ചിട്ടുണ്ട് പാർലമെൻറ്റ് സീറ്റിലേക്ക്. അത് ശരിക്കും ബ്രാഹ്മണാധിപത്യത്തിൻ്റെ ഒരു ഫൈറ്റിങ്ങിൽ ഉണ്ടായിട്ടുള്ളതാണ്. കാരണം ഒരു പഞ്ചവർഗം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് ആദിവാസികൾ, ബാക്ക്വേർഡ് കാസ്റ്റ്, പിന്നോക്ക ജാതിക്കാർ, സ്ത്രീകൾ, പിന്നെ മുസ്ലിംസ്, ഇവരെല്ലാം കൂടി ഒരു പഞ്ചവർഗം ഒന്നിക്കണം എന്നൊരാശയം വളരെ മുമ്പ് 1950 ലോക്സഭ മുന്നോട്ട് ശേഷം അത് അവിടെ നടപ്പാക്കിയതിൻ്റെ ഫലമായിട്ടാണ് വളരെ കാലമായി നടപ്പാക്കി. ഇപ്പോൾ അതിന് ഫലം കണ്ടതാണ് ഈ 43 MP സമാജ്വാദി പാർട്ടീൻ്റെ അവിടെ ജയിച്ച്. അപ്പോൾ ആ ഒരു കാര്യം ഉണ്ടായിരിക്കെ അദ്ദേഹം യാതൊരു കാര്യം പറയാതിരുന്നത് ഈ ജാതിക്കെതിരായിട്ടുള്ള ഈ ഫൈറ്റിൽ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് നമ്മുടെ ഭാവി രാഷ്ട്രീയത്തിൽ വളരെ ദിശാസൂചകമായ സംഭവമാണ്. അത് പരാമർശിക്കാതിരുന്നതും എനിക്ക് അദ്ദേഹത്തെ പറ്റി എന്താണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് സംശയം ഉണ്ടായി. അതുമാത്രമല്ല, വേറെ കാര്യം കൂടി കുഞ്ഞിക്കണ്ണനോട് എനിക്കൊരു ശാസ്ത്രീയ ബോധം ഉണ്ടാക്കണം എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം നമ്മളെ അന്ധവിശ്വാസത്തിനെതിരായിട്ട് മറ്റൊക്കെ ശാസ്ത്രീയ ബോധം ഉണ്ടാക്കേണ്ടത് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ അത് ഈ ശാസ്ത്രീയ ബോധം എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ അത്
വഴിമാറിപ്പോകുന്ന സംഭവമുണ്ട്. അതെന്താ വെച്ചാൽ നമ്മൾ ഈ വിദ്യാർത്ഥികൾ ശാസ്ത്രീയ ബോധം ഒക്കെ ഉണ്ടാക്കിയിട്ട് പഠിപ്പിച്ചിട്ട് അവർ നമ്മളെ നാടും വിട്ട് വിദേശത്ത് പോയി കഴിഞ്ഞാൽ അവർ തിരിച്ചു വരത്തില്ല. പിന്നെ മാത്രമല്ല അവർ ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കീഴിൽ അങ്ങനെ വർക്ക് ചെയ്യുകയാണ്, അങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ അത് മാത്രമല്ല അവരുടെ ഈ ഗവേഷണ ഫലങ്ങൾ ഈ അധികം ഉപയോഗപ്പെടുത്തുന്നത് ബഹുരാഷ്ട്ര കമ്പനികളാണ്. അത്തരത്തിൽ ഗവേഷണ ഫലങ്ങൾ ബഹുരാഷ്ട്ര കമ്പനികൾ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്കൊരു ചൂഷണം ചെയ്യാനുള്ള ഒരു മാർഗ്ഗമായി ശാസ്ത്രത്തെ അവർ ഉപയോഗിക്കുക. അപ്പോൾ ശാസ്ത്രം എന്ന് പറയുന്നത് ഈ താഴേക്കടയിൽ ശാസ്ത്രം കൊണ്ടൊരു ബുദ്ധിമുട്ടില്ല. ശാസ്ത്രം മേലോട്ട് പോകുന്നതിനനുസരിച്ച് ശാസ്ത്ര ചൂഷണ ഉപയോഗിക്കായി മാറുന്നുണ്ട്. അത് അതിനെപ്പറ്റിയൊന്നും കുഞ്ഞുങ്ങൾ നമ്മുടെ പ്രൊഫസർ കുഞ്ഞുങ്ങൾ അതിനെപ്പറ്റിയൊന്നും എനിക്ക് ഒരിക്കലും പരാമർശം നടത്തിയിട്ട് കാണുന്നില്ല. അപ്പോൾ ലോഹിയാണ് പറഞ്ഞത് ഈ ആധുനിക യൂറോപ്യൻ ടെക്നോളജി എന്ന് പറയുന്നത് ഒരു ഇമ്പീരിയലിസ്റ്റ് ടെക്നോളജിയാണ്. അതായത് സാമ്രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജിയാണ്. ഈ ശാസ്ത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ചൂഷണം നടത്താനുള്ള ടെക്നോളജിയാണ് ലോഹിയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ശാസ്ത്രത്തെ അമിതമായി വിശ്വസിക്കാതെ അദ്ദേഹം സ്മോൾ യൂണിറ്റ് ടെക്നോളജി ആശയം മുന്നോട്ട് വെച്ച് നമ്മൾ നാട്ടുപുറത്തേക്ക് എത്തിക്കാൻ പറ്റിയ ഒരു ടെക്നോളജിയാണ് സ്മോൾ യൂണിറ്റ്. ചെറിയ മൂലധനത്തിന് ചെയ്യാൻ പറ്റിയ നാട്ടുപുറത്ത് എത്തിക്കാൻ പറ്റിയ നാട്ടുപുറത്തേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിദേശത്തേക്ക് ആൾക്കാർ പോയി പഠിച്ചു വന്ന ആൾക്കാർ തന്നെ ഇപ്പം വർക്ക് അറ്റ് ഹോം എന്നൊരു പരിപാടി ഉണ്ടല്ലോ സോഫ്റ്റ്വെയർ രംഗത്തൊക്കെ. അതൊക്കെ ഈ പറഞ്ഞ സ്മോൾ യൂണിറ്റ് ടെക്നിൽ വരും. കാരണം അത് നമ്മൾ നാട്ടിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണ്. നമ്മളെ ഈ ശാസ്ത്രീയ കാര്യങ്ങൾ വർക്ക് ചെയ്ത് അതിൽ ഉപജീവന മാർഗ്ഗം ഉണ്ടാക്കണം. അത് മാത്രമല്ല വളരെയേറെ ചെറിയ സ്റ്റാർട്ടപ്പുകളൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. അതൊക്കെ തന്നെ നമ്മൾ നാട്ടിൻ്റെ വികസനം ഉപയോഗപ്പെടുത്താവുന്ന സംഭവമാണ്. അപ്പോൾ ആ സ്മോൾ യൂണിറ്റ് ടെക്നോളജിയിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തിയാണ് ആര് നമ്മളെ പറയുന്നത് ഈ ഡെവലപ്പ് ചെയ്തത്. അത്രയല്ല വളരെയേറെ അതിലേറെ മൈക്രോ ആയിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള സംരംഭങ്ങൾ അതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഈ പറയുന്ന നമ്മുടെ പ്രസാദ് കൈതക്കൽ. അപ്പം അദ്ദേഹം ഈ പറഞ്ഞ കുടുംബശ്രീ കൊണ്ട് ഇത്തരം ഹൗസ് ഷോപ്പ് പരിപാടി ഉണ്ടാക്കി അതിൻ്റെ വിതരണം നടത്തുന്നതിലൊക്കെ മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഈ ഇതുണ്ടല്ലോ, അതായത് നമ്മളെ വീട്ടിലെ തെങ്ങേറ്റ പരിശീലനത്തിൽ വന്ന് അവരേക്ക് ഊർജ്ജം കൊടുത്തൊരു വ്യക്തിയാണ്. അത്തരത്തിലുള്ള വ്യക്തി. അതായത് ഇദ്ദേഹം ശരിക്കും യഥാർത്ഥം പറഞ്ഞാൽ നമ്മളെ ഈ പറഞ്ഞ മാർക്സിയൻ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തി മുന്നോട്ട് പോകുമ്പോൾ തന്നെ വേറൊന്നിൻ്റെ കാര്യം കൂടി ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ വേറെ ഒന്നൊരു കാര്യം പറയാനുണ്ട്. അദ്ദേഹം പുസ്തകത്തെ പറ്റി പറയണല്ലോ. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെപ്പറ്റി ഞാൻ ഫുള്ളായിട്ട് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ ഇദ്ദേഹം ഈ പാർട്ടി പറയാതെ കേട്ട് നടക്കുന്ന ഒരു വ്യക്തിയല്ല ഇയാൾക്ക് തോന്നുന്ന ശരികൾ എവിടെയാണെങ്കിലും അത് ചെയ്യും. അത് ചെയ്തിട്ട് കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് അത് തെറ്റാണെന്ന് അയാൾക്കെന്നെ ബോധ്യപ്പെടേണ്ട തിരുത്താൻ ഒരു മടിയും കാണിക്കാത്ത വ്യക്തിയാണ്. അതായത് ആ ആശയം പറഞ്ഞ ലോഹിയുടെ ഒരു തിയറി ഓഫ് ഇമ്മീഡിയസി ഉണ്ട്. അതായത് തൽക്ഷണ സാധൂര സിദ്ധാന്തം എന്ന് പറയുന്നത് വെച്ചാൽ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് പടവുകളായിരിക്കണം നമ്മൾ ഓരോ പ്രവർത്തനം എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കം. അത് ഞാൻ അതിനെ പറ്റിയിട്ട് എൻ്റെ നമ്മുടെ ബേബി ഗിരിജിയായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ മറ്റേ അവരെ യോഗ ഉണ്ട്. യോഗ അതായത് ഈ മുദ്ര മെഡിറ്റേഷനെ പറ്റി ഞാനൊരു ഇൻ്റർവ്യൂ നടത്തിയിരുന്നു. അതിൽ ആ തിയറി ഓഫ് കാരണം എന്താ വെച്ചാൽ ഈ മെഡിറ്റേഷനിൽ നിന്നും പിന്നെ ശിവകഥകളിൽ നിന്നുമാണ് തിയറി ഓഫ് ഇമ്മീഡിയസി രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത് ഓരോ പരിപാടിയും ആത്യന്തിക പടവുകളായിരിക്കണം അതിൻ്റെ ചുരുക്കം. അതാണ് അങ്ങനെ തെറ്റ് പറ്റുകയാണെങ്കിൽ അത് അപ്പം തന്നെ തിരുത്തുന്നില്ല. അത് ആ ഒരു ആശയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ദൈവം ആശയമായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിത പ്രവർത്തനം അതാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് മാത്രമല്ല അപ്പോൾ ആ നിലയ്ക്ക് ഇയാളെ കൂടി ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പം നമ്മളെ ഇയാളുണ്ടല്ലോ ജോയ് മാത്യു ഒരു നാടകം നടന്ന് സിനിമാ സംവിധാനമൊക്കെ ആണല്ലോ. അപ്പം അദ്ദേഹം ഒരു മാർക്സിനെ പറ്റിയിട്ട് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹം മാർക്സിസ്റ്റ് യാത്രയായിട്ട് കുറേ കാലം ജീവിച്ച ആളും ഇപ്പോഴും അതിനോടൊക്കെ അനുഭവങ്ങളൊക്കെ. കഴിഞ്ഞ വർഷം ദേശഭോഷി ലെവലിൽ നമ്മൾ നാടകാരൻ രത്നാകരൻ നടത്തിയ സ്വീകരണത്തിന് അവിടെ വന്ന് ഒരു സംസാരിക്കുക അധ്യക്ഷൻ ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ അയാൾ പറയുകയാണ് ഈ മാർക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ ഒന്ന് എന്താ വെച്ചാൽ അതായത് ആർത്തി പോറ്റി വളർത്തുന്ന ഒരു പ്രസ്ഥാനം. രണ്ടാമതായിട്ട് ആൾക്കാരെ പണിയെടുക്കാതെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നൊരു അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പൂർണ്ണമായി യോജിക്കുന്നൊന്നുമില്ല. പക്ഷേ പ്രസാദ് കഥകളെ പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ കുട്ടികൾ തെങ്ങേറ്റ പരിശീലനായാലും കുടുംബശ്രീകൾ ട്രെയിനിങ് കൊടുത്താലും പണിയെടുത്ത് പഠിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആശയം മാർക്സിസ്റ്റിനുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അതിനുള്ളിൽ തന്നെ ഒരു പുതിയൊരു സംഭവത്തിൽ തുടക്കം കുറിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അദ്ദേഹം എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു.